ഉണ്ണി മുകുന്ദനും മുൻ മാനേജർ വിപിൻ കുമാറും തമ്മിലുള്ള തർക്കം ഫെഫ്ക, അമ്മ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലൂടെ പരിഹരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച നടന്നതും. എന്നാൽ ഫെഫ്കയുടെ നേതൃത്വത്തിൽ പ്രശ്നം തീർക്കാൻ നടത്തിയ ശ്രമത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന് വിപിൻ പ്രചരണം നടത്തിയതായി പിന്നാലെ ആരോപണവും ഉയർന്നിരുന്നു. ഈ പ്രചരണത്തിന് എതിരെ ഫെഫ്കയും അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും വിപിൻ കുമാറിന്റേത് അച്ചടക്ക ലംഘനമാണെന്നും ഫെഫ്ക ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. വിപിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഫെഫ്ക അറിയിച്ചും കഴിഞ്ഞു. വിപിനെതിരെ സംഘടനയ്ക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ വിപിൻ നടത്തിയ പ്രചരണം ശരിയല്ലെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞു. ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും തമ്മിലുള്ള തർക്കം ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വത്തിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ചർച്ചയ്ക്ക് ശേഷം വിപിൻ കുമാർ നടത്തിയ ചില പരാമർശങ്ങൾ പുതിയൊരു പ്രശ്നത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പോലീസിൽ നൽകിയ പരാതിയുടെ കാര്യത്തിൽ സംഘടനകൾ ഇടപെടില്ല എന്നും വ്യക്തമാക്കിയ കാര്യമാണ്. നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ എന്ന് പറയപ്പെടുന്ന വിപിൻ കുമാർ രംഗത്ത് വന്നിരുന്നു. പ്രൊഫഷണൽ മാനേജർ എന്ന് പറഞ്ഞുള്ള വിപിൻ കുമാർ എന്ന വ്യക്തിയായിരുന്നു ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത്. വിപിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നരിവേട്ട സിനിമയെക്കുറിച്ച് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന നടൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറഞ്ഞത്. കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും വിപിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. പുള്ളിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. മാർക്കോയ്ക്ക് ശേഷം നല്ല പടങ്ങളൊന്നും കിട്ടിയില്ല. ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെടുകയും ചെയ്തു. ഈ ഫ്രസ്ട്രേഷനൊക്കെ ആരുടെയെങ്കിലും ദേഹത്ത് തീർക്കണമല്ലോ. ആളുടെ എല്ലാ ഫ്രസ്ട്രേഷനും എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. 18 വർഷക്കാലമായി സിനിമാ മേഖലയിലുള്ള ആളാണ് ഞാൻ. പല പടങ്ങൾക്കും PR ചെയ്തിട്ടുമുണ്ട്. ഈ അടുത്ത നരിവേട്ട എന്ന സിനിമയ്ക്ക് PR ചെയ്തിരുന്നു. അതിനെ പ്രശംസിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അദ്ദേഹത്തിന് ബോധിച്ചില്ല. മാനേജർ പരിപാടി വേണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഓക്കെയും പറഞ്ഞു. ഇങ്ങനെയായിരുന്നു വിപിൻ പരാമർശങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് ഫോണിൽ വിളിച്ച് നേരിൽ കാണാൻ ആവശ്യപ്പെടുകയും ഇരുവരും കാണുകയും ചെയ്തിരുന്നു. ഫെഫ്കയിലും അമ്മയിലും ഇതുമായി ബന്ധപ്പെട്ട് വിപിൻ പരാതി നൽകിയെന്നും അന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നീട് ഉണ്ണി മുകുന്ദൻ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിപിൻ കുമാർ. അപവാദ പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു. CCTV ക്യാമറ ഉള്ളിടത്ത് നിന്നാണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയ കാര്യമാണ്. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അയാളിപ്പോൾ എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ വിമർശിച്ചത്. നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്ത് വന്നെന്ന് പറഞ്ഞത് ടൊവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രപഗണ്ട എന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. ടൊവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ അന്നു തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. വിപിനെതിരെ മുൻപ് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ നിന്നും വന്നിരുന്നു. ഒരു പ്രമുഖ നടി വിപിനെതിരെ ICCയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോസ് സിനിമയുടെ സമയത്തും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു. തനിക്കൊരു മാനേജറുമില്ല. നേരിട്ട് വിളിച്ചും PROമാർ വഴിയുമാണ് ആളുകൾ ബന്ധപ്പെടുന്നത്. സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള PRO മാത്രമാണ് വിപിൻ എന്നും ഉണ്ണി മുകുന്ദൻ അന്നു തന്നെ പറഞ്ഞു. എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുണ്ടാവുന്ന ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാവില്ല. മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി. പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറയുകയാണ് ചെയ്തത്. ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനിങ്ങനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത്. ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. വിപിനെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതു സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു. ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ചാണ് വിപിനെ കണ്ടത്. കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നതും. എന്തിനാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ചെയ്ത തെറ്റ് കയ്യോടെ പിടിക്കപ്പെട്ട ജാള്യതയും ഭയവും വിപിനിലുണ്ടായിരുന്നു. നേരത്തെ വിഷ്ണുവിനോട് കുറ്റം സമ്മതിച്ച വ്യക്തി എന്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു. അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല എന്നുമായിരുന്നു ഉണ്ണി മുകുന്ദൻ അവകാശപ്പെട്ടിരുന്നത്. വിപിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിരുന്നു. നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവരും PROമാർ വഴിയാണ് വാർത്തകൾ അറിയുക.
എന്റെ സിനിമകളും സിനിമാ സംബന്ധമായ എല്ലാ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള ഒരു PR മാത്രമാണ് വിപിൻ. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PRO ആണ് താനെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജിന്റെ കൂടെയും ടൊവിനോയുടെ കൂടെയും ഒക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. എനിക്കാകെയുള്ള പേഴ്സണൽ സ്റ്റാഫ് എന്റെ മേക്കപ്പ് മാൻ ആണ്. കഴിഞ്ഞ 10 വർഷമായി കൂടെയുള്ള ആളാണ് അരുൺ അരിയൂർ. ഇതുവരെ എന്നെ കുറിച്ചൊരു പരാതി പോലും ഒരു സ്റ്റാഫും പറഞ്ഞിട്ടില്ല. സിനിമ മാത്രം സ്വപ്നം കണ്ട് അതിൽ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത അറിഞ്ഞു വേണം പ്രേക്ഷകരായ നിങ്ങളും ഒരു തീരുമാനമെടുക്കാൻ എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയത്. അഭിനേതാക്കളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്താനും അത് പാടാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആ ശബ്ദം ഒരു പരിധിക്ക് മുകളിൽ എവിടെയും എത്തില്ല എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ തുറന്നു പറഞ്ഞത്.